السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. فقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. أتموا الحج والعمرة لله. وقال أيضا: فتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. وقال رسول الله صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة، أو كما قال شفيعنا رسول الله صلى الله عليه وسلم. نويت الاعتكاف في هذا المسجد لله تعالى. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ അല്ലാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി അല്ലാഹുവിൻ്റെ അതിഥികളായി യാത്രയാകുന്ന അവരുടെ ദുആയിൽ പങ്കെടുക്കാൻ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുവാൻ, അല്ലാഹുവിലേക്ക് അവരെ യാത്രയാക്കുവാൻ വേണ്ടിയെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സംഘമാണ്. തീർച്ചയായും അല്ലാഹുവിൻ്റെ അതിഥികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്രകാരമുള്ള മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഖബൂലിയത്ത് സ്വീകാര്യത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മാത്രമല്ല, അവരാർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യുമോ അവരുടെ വിഷയത്തിലും ദുആ സ്വീകരിക്കും. ഏകദേശം ഒരു ഹാജിയുടെ ദുആ അല്ലെങ്കിൽ ശഫാഅത്ത്, ശുപാർശ 400ഓളം കുടുംബങ്ങളുടെ വിഷയത്തിൽ അംഗീകരിക്കപ്പെടുമെന്നാണ് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ വളരെ സമ്പന്നതമായ, സമുത്കൃഷ്ടമായ, അല്ലാഹുവിൻ്റെ അതിഥികളെ കൊണ്ട് ധന്യമായ ഒരു മജ്‌ലിസിൽ ഈമാനിക നിർവൃതിയോടുകൂടി അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്രയാകുന്നവർ അല്ലാഹുവിൻ്റെ നിവേദനം അല്ലാഹുവിൻ്റെ നിവേദന സംഘമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് യാത്രയാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിൻ്റെ അതിഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നിറവേറ്റി അവരുടെ സമയത്തെ ചിലവഴിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ യാത്ര വളരെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദർഭവും സാഹചര്യവുമാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും സിയാറത്തിൻ്റെയും എല്ലാ കർമ്മങ്ങളും വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി ഇനി അല്ലാഹു
അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്ന മാനസികമായ നിർവൃതിയോടുകൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തിനോട് അവരുടെ യാത്ര എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പരമോന്നതമായ ലക്ഷ്യം ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നാം ധാരാളം മജാലിസുകളിൽ പങ്കെടുത്തവരും പ്രത്യേകിച്ചും അതിൻ്റെ നിയമകാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പരിശുദ്ധമായ ഹജ്ജിൻ്റെ യാത്രയിൽ ഉലമാക്കളുടെയും ഒരു സംഘമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ ഹജ്ജിൻ്റെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ നിലയിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ഈമാനിക സംരക്ഷണമാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്കാണ് നമ്മളുടെ യാത്ര. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് നമ്മളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മന തന്നെ നമുക്ക് ഒരു മാനസികമായ അവസ്ഥ നൽകിയിട്ടുണ്ട്. അത് ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ സൃഷ്ടികൾക്കും എല്ലാ മനുഷ്യർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ സന്താനങ്ങളും എല്ലാ കുഞ്ഞുമക്കളും അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സ്വീകരിക്കാനുള്ള മാനസികമായ അവസ്ഥയോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം നൽകുന്നതിന് മുമ്പായി നമ്മളുടെ ആത്മാക്കളെ കൊണ്ട് ഈ യാഥാർത്ഥ്യം സമ്മതിപ്പിച്ചിട്ടാണ് മാതാക്കന്മാരുടെ ഗർഭാശയങ്ങളിലൂടെ പിതാക്കന്മാരുടെ നട്ടെല്ലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ സമ്മതിച്ചവരാണ്. ലോകത്ത് വരുന്ന എല്ലാ മനുഷ്യരും ജന്മം തന്നെ ആ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാനസികമായ അവസ്ഥയിൽ നിന്നും നമ്മളുടെ ജീവിതത്തിന്റെ ബാല്യദശകൾ, കുട്ടിപ്രായങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളാണ്. പ്രധാനമായും ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം അവന്റെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾ ഏത് നിലയിലാണോ ജീവിക്കുന്നത് ആ നിലയിലേക്ക് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോവുക, തിരിച്ചുവിടുക എന്ന് പറയുന്നത് പ്രകൃതിപരമായ ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും മാതാപിതാക്കളുടെ വിശ്വാസം, അവരുടെ പെരുമാറ്റം, അവരുടെ തർബിയത്ത്, അവരുടെ നിർദ്ദേശ ഉപദേശങ്ങൾ, അവരുടെ സംരക്ഷണം, ഇതെല്ലാം ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിൽ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിച്ചു. ഫഅബവാഹു യുമജ്ജിസാനിഹി വയുഹബ്ബിദാനിഹി. അവനെ ഏത് നിലയിലേക്കും തിരിച്ചുവിടാനുള്ള ഒരു മാനസികമായ ഋജുവായ കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ഒരു മാനസികമായ ഉള്ളവരുടെ അതേ ഒരു അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായ സ്വീകരിക്കപ്പെട്ട ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും മടങ്ങി വരുന്ന ഓരോരുത്തർക്കും നൽകുന്ന മാനസികമായ അവസ്ഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. എല്ലാ സന്താനങ്ങളും ജനിച്ചു വീഴുന്നത് ഫിത്രത്തിന്റെ പേരാണ്, സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മാനസികമായ അവസ്ഥയുടെ പേരാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകൾ നിറവേറ്റി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ അംഗീകരിക്കപ്പെട്ട അമലുകളെ നിറവേറ്റാൻ ഭാഗ്യം ലഭിച്ചവരുടെ മടക്കം തന്റെ മാതാവ് പിറന്നു വീഴുന്നതായ ദിവസത്തിൽ, തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീഴുന്ന അവസരത്തിൽ സന്ദർഭത്തിൽ എത്രമാത്രം മാനസികമായ സ്ഫുടതയുണ്ടായിരുന്നോ, എത്രമാത്രം ശുദ്ധീകരണമുണ്ടായിരുന്നോ, എത്രമാത്രം സംശുദ്ധമായിരുന്നോ, ആ നിലയിൽ സംശുദ്ധമായ നിലയിലാണ് അംഗീകരിക്കപ്പെട്ട ഹജ്ജിൽ നിന്നും ഓരോ മനുഷ്യരുടെയും മടക്കം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 കാര്യങ്ങളെയും എല്ലാ സന്താനങ്ങളും ജനിച്ചു വീഴുന്നത് മാനസികമായ നിർവൃതിയോട് കൂടിയാണ്,
പരിശുദ്ധമായ ഹജ്ജിന്റെ മഖബൂലായ ഹജ്ജിന്റെ അമലുകളിൽ നിന്നും മടങ്ങി വരുന്നത് ഒരു മാനസികമായ നിർവൃതിയോടുകൂടിയാണ്. അഥവാ കളങ്കമില്ലാത്ത, നജസില്ലാത്ത, അശുദ്ധമല്ലാത്ത വളരെ ശുദ്ധമായ ഒരു മാനസികമായ അവസ്ഥ. അത് അല്ലാഹു നമുക്കെല്ലാവർക്കും, വിശിഷ്യ നമ്മളിൽ നിന്നും യാത്രയാകുന്ന മുഴുവൻ ഹാജിമാർക്കും ഹാജമാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഈ യാത്രയുടെ പരമോന്നതമായ ലക്ഷ്യങ്ങളിൽ നിന്നും ഒരു ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ ആത്മാവ് മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ആ ആത്മാവിന് ഭാഗ്യമായ രൂപം നൽകുന്ന ഭൗതികമായ മാതാവിന്റെയും പിതാവിന്റെയും സംഗമത്തിലൂടെ ജീവിതത്തിലേക്ക്, ദുനിയാവിലേക്ക് ആരംഭം കുറിക്കുന്ന, അതിനുശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നൽകപ്പെട്ടിട്ടുള്ള ദീനിന്റെ പൂർത്തീകരണമാകുന്ന ഹജ്ജിന്റെ കർമ്മം, അത് കഴിഞ്ഞ് മടങ്ങി വരുന്നവർ ഒരു സ്വർഗീയ പരിമളത്തോടു കൂടിയാണ് മടങ്ങി വരുന്നത് എന്ന് പറയപ്പെടുമ്പോൾ എന്താണ് ഈ സ്വർഗീയമായ പരിമളം? എന്താണ് ഈ സ്വർഗീയമായ വാസന? എന്താണ് ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത്? അവർ ഫിത്രത്തിന്റെ മേലാണ്. ഓരോ ഹാജിയും മടങ്ങി വരുന്നത് പിറന്നു വീണ കുഞ്ഞുങ്ങളെ പോലെ പാപരഹിതമായിട്ടാണ്. ഒരുപക്ഷെ പറഞ്ഞാൽ പാപരഹിതമായ അവസ്ഥ ആർക്കെങ്കിലും സംജാതമാകുമെങ്കിൽ ആ സംജാതമാകേണ്ടത് സ്വർഗവാസികൾക്കാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിച്ചാൽ ഇതൊരു സ്വർഗീയ സദസ്സാണ്. അൻഖൂമു മഗ്ഫൂറൻ ലക്കും. നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടവരായ നിലയിൽ നിങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ഒരു മജ്ലിസ് ആണെങ്കിൽ ഈ മജ്ലിസിന്റെ പരിസമാപ്തിയിൽ ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ സ്വർഗീയ പരിമളവും ഈ ഫിത്രത്തും എന്താണ്, എന്തിലേക്കാണ് നമ്മളെ ചേർക്കുന്നത്? ഇതിന്റെ എല്ലാം ആസ്ഥാനമാകുന്ന വഹ്ദാനിയത്തിലേക്കാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലാ ശരീക ലക. അല്ലാഹ് അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും മനസ്സിന്റെ രോമകൂപങ്ങളിൽ നിന്നും ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ നിന്നും മാറ്റി നിർത്തി അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാനസികമായ ഭക്തിയെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ രൂഢമൂലമാക്കിക്കൊണ്ട് ഭാഗ്യമായ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും അല്ലാഹുവിന്റെ സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രയാണമാണ് ഹജ്ജിന്റെ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലേക്കാണ് നമ്മളെ നിർദ്ദേശിക്കുന്നത്. ഇത് ഹാജിമാരാണോ പറയേണ്ടത്? മുഅ്മിനീങ്ങളാണോ പറയേണ്ടത്? ഈമാനുള്ളവരോടാണോ ഈ യാഥാർത്ഥ്യം പറയേണ്ടത്? തീർച്ചയായും അവരോട് തന്നെയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈമാനുള്ളവരോടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ഇസ്ബിറൂ വറാബിതു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഈമാനിക സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഈമാനിൽ അധിഷ്ഠിതമായ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതിനെ നിങ്ങൾ ഗൗരവമായി കാണണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഔന്നത്യം, ഉന്നതി അത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്. അൻതുമുൽ ആലം ഇൻ കുന്തും മുഅ്മിനീൻ. നമുക്ക് ഏറ്റവും കൂടുതൽ പാടിച്ചു പറ്റിയിരിക്കുന്നത് അവിടെയാണ്. വഹ്ദാനിയത്തിൽ നിന്നും വ്യതിചലിച്ചുള്ള നമ്മുടെ ജീവിതം നമ്മളെ നിന്ദ്യമാക്കും, നിസ്സാരമാക്കും, നമ്മളെ നിർവീര്യമാക്കും, നമ്മുടെ എല്ലാ നന്മകളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ യാത്രയുടെ പരമോന്നതമായ ലക്ഷ്യം, പരമോന്നതമായ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം അല്ലാഹുവുമായി നമ്മൾ ലയിച്ചു ചേരുക, അല്ലാഹുവുമായി നമ്മുടെ മനസ്സിന് ബന്ധമുണ്ടാകുക, അല്ലാഹുവുമായി നമ്മുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും ലയിച്ചു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ആ ലയിച്ചു ചേരുന്നതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമ്പത്ത് ഹലാലായിരിക്കണം, നമ്മുടെ ജീവിത മാർഗങ്ങൾ സുരക്ഷിതമായിരിക്കണം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും തികച്ചും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം. ആ പൊരുത്തത്തിലായിരിക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളറകളിലാണ് നാം ഇന്ന് അല്ലാഹുവിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിനെ
ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥമായ മാനദണ്ഡം അല്ലെങ്കിൽ അതിന്റെ ആധികാരികത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മില്ലത്തിന്റെ നായകനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വെള്ളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ യാത്ര അംഗീകരിക്കപ്പെടുന്നതാണ്, കബൂലിയത്തുള്ളതാണ്, സ്വീകാര്യമായതാണ്. അവർക്ക് അവരുടെ മടക്കം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയോട് വിളംബരം ചെയ്യുന്ന, ലോക മനുഷ്യരോട് വിളംബരം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വഹദാനിയത്തിന്റെ വിഷയത്തിൽ സമാനമായ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് വഹദാനിയത്തിന്റെ വിഷയത്തിൽ ഇത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിച്ച വേറൊരു പ്രവാചകനെ കാണാൻ കഴിയില്ല. ആ പ്രവാചകനിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപരനാമം നൽകുന്നത് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ മിത്രം, അല്ലാഹുവിന്റെ മൈത്രി ബന്ധം സ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭവനത്തിലേക്കാണ് നമ്മുടെ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല മകനോടും പിതാവിനോടും രണ്ട് പ്രവാചകന്മാരോട് കൽപ്പിക്കുകയാണ്, എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം. അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തെ വഹദാനിയത്തിനെ ലക്ഷ്യമാക്കി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുന്ന അല്ലാഹുവിന്റെ അതിഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഭവനത്തെ ശുദ്ധീകരിക്കാൻ, അഥവാ വഹദാനിയത്തിന്റെ കേന്ദ്രബിന്ദുവാകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കരങ്ങളാൽ വഹദാനിയത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ അതിന്റെ പരീക്ഷണ തീക്കുണ്ടത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അനുഭവിച്ച ആ തീജ്വാല അല്ലെങ്കിൽ ആ പരീക്ഷണം യഥാർത്ഥത്തിൽ സമുന്നതമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ കരങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ കൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് അല്ലാഹു വിളംബരം ചെയ്യിപ്പിച്ചത്. ജനതയോടാണ്, ലോകത്തിനോടാണ്, മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് മാത്രമല്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, അല്ലാഹുവിന്റെ കഅബാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ലോക മനസ്സാക്ഷിക്ക് വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല. വുദിഅ ലിന്നാസ്, മാനവ സമൂഹത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനമെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്തിനാണ് ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയത്? നമ്മൾ ഓരോരുത്തരും ചെല്ലുന്നത് എങ്ങോട്ടാണ്, എവിടേക്കാണ് പോകുന്നത്, നമ്മൾ ആരുടെ ക്ഷണമനുസരിച്ചാണ് പോകുന്നത്? നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമാകുന്ന ഈമാനികമായ സംരക്ഷണം നാം നമ്മളുടെ ഉടമസ്ഥനായ അല്ലാഹുവുമായി നേർക്ക് നേരെ കണ്ടുമുട്ടേണ്ടുന്ന, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭവനത്തെയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെയും നേർക്ക് നേരെ കണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി മാനസികമായ ഒരു ബന്ധം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ആ മാനസികമായ ബന്ധത്തിന്റെ പേരാണ് വഹദാനിയത്ത്. ഇന്നൽ ഹംദലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിന്റെ ദർബാറിൽ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താണ്, വഹദാനിയത്തിന്റെ നിർദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ചിഹ്നങ്ങളെ നേർക്ക് നേരെ സ്വന്തം നയനങ്ങൾ കൊണ്ട് കണ്ട് അല്ലാഹുവുമായി ഈമാനികമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നൽകുന്ന ഒരു യാത്രയാണ് ഹജ്ജിന്റെ യാത്ര, അഥവാ ഈമാനിന്റെ യാത്രയാണ്, അഥവാ തഖ്വയുടെ യാത്രയാണ്, ഇഖ്ലാസിന്റെ യാത്രയാണ്. ഈ മൂന്ന് കാര്യങ്ങളുടെ സമാഹാരമാണ് ഈ യാത്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നാം നേടിയെടുക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതാണ്. ഇത് മൂന്നും നമ്മളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ മാനദണ്ഡത്തിൽ ജീവിക്കുന്നവരായതിന്റെ പേരിലാണല്ലോ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് കോട്ടം വരാൻ പാടില്ല, അത് ബലഹീനമാകാൻ പാടില്ല, ആടി ഉലയാൻ പാടില്ല. ഈമാനികമായ വിശ്വാസ പ്രമാണത്തെ തകർക്കുവാൻ ഈ ലോകത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾക്കും സാധ്യമാകില്ല. എന്റെ വഹദാനിയത്തിനെ, എന്റെ ഏകത്വത്തെ മനസ്സിൽ നിന്ന് രൂഢമൂലമായ ആ വിശ്വാസ പ്രമാണത്തെ ഒരു ശക്തിക്കും തകർത്തെടുക്കാൻ കഴിയുകയില്ല എന്ന നയപ്രഖ്യാപനമാണ് അറഫയിലെ സമ്മേളനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് നൽകുന്നത്.
അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരിശുദ്ധവും പരിപാവനവുമായ വഹ്ദാനിയത്തിന്റെ പൂർത്തീകരണം, ആ പൂർത്തീകരണം അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞരുളിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെട്ട മൈതാനിയിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങൾ കൊണ്ടും നമ്മൾ ചെയ്തു പോയ മുഴുവൻ പാപകർമ്മങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് കണ്ണുനീർ വാർത്ത് പരിശുദ്ധമായ അറഫയുടെ മന്ദിരങ്ങളിലേക്ക് ഒരൊറ്റ കണ്ണുനീരെങ്കിലും വാഴ്ത്താൻ നമുക്ക് സാധ്യമായാൽ അത് നമ്മുടെ കബൂലിയത്തിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. ഇരിക്കട്ടെ, അത് വിശദീകരിച്ചു പോകുന്നില്ല. നമ്മളുടെ ഒരു പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമാക്കുക എന്നുള്ളതാണ്. എല്ലാ അമലുകളുടെയും ലക്ഷ്യം അതാണ്. എന്നാൽ ഇസ്ലാമിന്റെ പൂർത്തീകരണമായ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒരുപക്ഷെ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന ഈ പുണ്യമായ അമലുകളിലൂടെ നാം നേടിയെടുക്കേണ്ടത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്. ആ വഹ്ദാനിയത്തിനെ നാം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. ആ വഹ്ദാനിയത്തിനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ രോമങ്ങൾ കൊണ്ട് പ്രകടമാക്കണം. വഹ്ദാനിയത്തിനെ സംരക്ഷിക്കപ്പെടാനുള്ള യാത്രയാണ് നാം ചെയ്യുന്നത് എങ്കിൽ ഈ യാത്രാ ലക്ഷ്യം അല്ലാഹുവുമായുള്ള മാനസികമായ ബന്ധമായിരിക്കണം. നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട്, ഒത്തിരി സാമഗ്രികൾ കൂട്ടിയിട്ടുണ്ട്. പ്രിയ സ്നേഹിതൻ അൽഫിയ നിസാർ സാഹിബിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേട്ടു. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കേട്ടു. എന്തെല്ലാമോ സമാഹരിച്ചിട്ടുണ്ട്. ഏത് നിലയിലും ഒരു നിലയിലും ഒരു ഹാജിക്കും ഒരു പ്രയാസവും ഉണ്ടാകാത്ത നിലയിൽ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത നിലയിൽ അവരുടെ യാത്ര സുഗമമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാസങ്ങളോളം അവർ ഖിദ്മത്തിലാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന MSS യൂണിറ്റ് തീർച്ചയായിട്ടും എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായി പ്രിയ സ്നേഹിതൻ അൽഫിയ നിസാർ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഹജ്ജിന്റെ ഖിദ്മത്ത് ഇവിടെ ആരംഭിക്കപ്പെടുകയും വർഷങ്ങളോളമായി ആ വിഷയത്തിൽ നിസ്സാരമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്. ശേഷമാണ് പിൽക്കാലത്താണ് MSS യൂണിറ്റ് അവരുമായി ലിങ്ക് ചെയ്യുകയും അവരുടേതായ ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഇതിനെ ബന്ധിപ്പിച്ചതുമെന്നാണ് എന്റെ എളിയ അറിവ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയ സഹോദരങ്ങൾക്ക്, അതിന്റെ യൂണിറ്റിനും അതിന്റെ സംഘാടകർക്കും പ്രത്യേകിച്ചും അതൊരു ജമാഅത്തുമായി ലിങ്ക് ചെയ്ത് ഒരു ജമാഅത്തുമായി ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സദസ്സുണ്ടാക്കി, മജ്‌ലിസ് ഉണ്ടാക്കി, പന്തലുണ്ടാക്കി വളരെ കൊട്ടിഘോഷിക്കാവുന്ന ഒരു വലിയ സംരംഭമാണ്. അത് അല്ലാഹുവിന്റെ ഭവനമാകുന്ന അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇരുത്തി അതേ പ്രകാരം ആ ഭവനത്തിന്റെ പരിപാലകരാകുന്ന ആൾക്കാരുടെ ഉപദേശ നിർദ്ദേശങ്ങളോട് കൂടിയൊക്കെ ചേർന്ന് ഈ സംരംഭം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് വേറെ ഒന്നും ലക്ഷ്യമില്ല. അതിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ തൃപ്തിയാണെന്ന കാര്യം അടിവരയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ യാത്രാവേളയിൽ നമ്മളുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഏകത്വം രൂഢമൂലമാക്കണം. ആ രൂഢമൂലമാക്കുന്നതിന് അല്ലാഹുവിന്റെ ചില അടയാളങ്ങൾ, ഇസ്ലാമിന്റെ ചില ചിഹ്നങ്ങൾ, ഇസ്ലാമിൻ്റെതായ ചില അടയാളങ്ങൾ നേർക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ തന്നെ നമ്മളോട് നിർദ്ദേശം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശിആറുകൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടുമ്പോൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതിനെ കാണുമ്പോൾ അതൊരു ഈമാനിക ദർശനമാണ് എങ്കിൽ തീർച്ചയായും ആ ദർശനം നമ്മുടെ മനസ്സിനെ പുളകിക്കും, നമ്മുടെ മനസ്സിനെ കുളിർമയേകും, നമ്മുടെ മനസ്സ് അല്ലാഹുവുമായി ലയിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ആദ്യത്തെ ചിഹ്നമാണ് ഞാൻ ആദ്യമായി ഓതി വെച്ചത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹീത കേന്ദ്രമാകുന്ന അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിലകൊള്ളുന്ന ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പാദസ്പർശനമേറ്റ ലോകത്ത് വഹ്ദാനിയത്തിന്റെ കേന്ദ്രങ്ങളെല്ലാം ശ്രദ്ധേയമായി തിരിഞ്ഞു കിട്ടിയ അല്ലാഹു ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആ ഭവനമാണ് ലോകത്തെ ഏറ്റവും വലിയ
വലിയ അടയാളം, അല്ലാഹുവിന്റെ ചിഹ്നം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മാനവ സമൂഹത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഏറ്റവും സമുന്നതമായ ഒരു ഭവനത്തിന്റെ അതിഥികളായിട്ടാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയ പിതാക്കന്മാർക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, അല്ലാഹുവിന്റെ അതിഥികൾക്ക് നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുമെങ്കിൽ കഅബയുടെ കവാടത്തെ അഭിമുഖീകരിച്ച് നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാവുന്ന ആലേപനം ചെയ്യപ്പെട്ട ഒരു വരിയാണ് ഞാൻ വായിച്ചത്. ഒരു സൂറത്തിന്റെ പൂർണ്ണമായും അത് അവിടെ ആലേപനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഈ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഈ ഭവനത്തെ തൊട്ടുമുത്തുവാനും ഈ ഭവനത്തിൻ്റെതായ ആദരിക്കാനും ഈ ഭവനവുമായി മാനസികമായി ഇഴകിച്ചേരുവാനുമല്ല, മറിച്ച് ആ ഭവനം അല്ലാഹുവിന്റെ അടയാളമാണ്. ആ അടയാളത്തെ ദർശിക്കുവഴിയായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ രൂഢമൂലമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, വായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ വഹദാനിയത്ത് എവിടം വരെ ആരാധിക്കണം, എവിടം വരെ വഹദാനിയത്തിനെ സൂക്ഷിക്കണം. മരണമാകുന്ന യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും രോമകൂപങ്ങളെ കവർന്നെടുക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ലോകത്തുള്ള മുഴുവൻ നിരാശയങ്ങളും പഠിപ്പിക്കപ്പെട്ടാലും ദാഹം ശമിപ്പിക്കപ്പെടാത്ത ഒരു വേളയിൽ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു ദാഹശമനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഏതെങ്കിലും മനോഹൃദയങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവിന് ലാ ഇലാഹ ഇല്ലല്ലയുമായി ബന്ധമുണ്ട് എങ്കിൽ അവന്റെ ആത്മാവ് ആ സമയത്ത് ദാഹിക്കില്ല, ആ ആത്മാവ് പരവേശമാകുകയില്ല, ആ ആത്മാവിന് യാതൊരു അസ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിക്കുന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമ്മൾക്ക് ഒന്നിനെയും ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ ഏത് സാഹചര്യത്തിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരേ ഒരു വഹദാനിയത്തിന്റെ മന്ത്രത്തിന് ഖബറിലും ഉണ്ടാകും, മഹ്ശറിലും ഉണ്ടാകും, സ്വർഗ്ഗത്തിലും ഉണ്ടാകും, ലോകത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. ആ വഹദാനിയത്തിനെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നേർക്കുനേരെ കാണിച്ച് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി, പ്രവാചകന്മാരാൽ ക്ഷണിച്ചു വരുത്തി. ഈ വഹദാനിയത്തിന്റെ ചിഹ്നം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെ ലോക മനസ്സാക്ഷിയുടെ ഉള്ളറകളിലേക്കും ഈ വഹദാനിയത്തിന്റെ വാഹനവുമായി നിങ്ങൾ യാത്രയാകണം. ആ നിർദ്ദേശമാണ് അറഫയിലെ നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഹജ്ജിന്റെ അറഫയാണ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ അറഫയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. അതുകൊണ്ട് പരിശുദ്ധമായ വഹദാനിയത്തിനെ സുരക്ഷിതമാക്കണം. രണ്ടാമത്തെ കാര്യം, മാനസികമായി അല്ലാഹുവുമായി നമ്മുടെ ബന്ധം ചേർക്കണം. അതിനാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ യാത്രയിലെ നിങ്ങളുടെ ഒരുക്ക് സാധനം ഏറ്റവും മികച്ചത്, ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ മനസ്സ് അല്ലാഹുവിന് കൊടുക്കുക. മക്കളോട് സലാം പറഞ്ഞു, കുടുംബാദികളോട് സലാം പറഞ്ഞു, സമ്പത്തിനോട് സലാം പറഞ്ഞു, സർവ്വതിനോട് സലാം പറഞ്ഞു. നമ്മൾ ഒരു കാര്യവും കരുതി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ മയ്യത്തിന്റെ ഉടമയാകാൻ സമാനമാകുന്ന ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളത് കയ്യിൽ കരുതിക്കൊണ്ട് യാത്രയാകാണ്. എല്ലാത്തിനെയും വിട്ടു ഇനി എന്റെ മനസ്സിലുള്ളത് എന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ഒരു മാനസികമായ അവസ്ഥ നമ്മൾക്ക് നേടിയെടുക്കാൻ ഹജ്ജ് ഉപകരിക്കുമെങ്കിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. അല്ലാഹുവിന്റെ പൊരുത്തം, മഖ്ബൂലായ ഹജ്ജ്, മബ്റൂറായ ഹജ്ജ്, മർദിയായ സിയാറത്ത് ആർക്കെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അല്ലാഹുവിനെ ഭയപ്പെടുന്നതാകണം. ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. തന്റെ ഉടമസ്ഥനായ റബ്ബിനെ ഭയപ്പെടുന്ന മാനസികമായ അവസ്ഥയോടുകൂടി ആര് യാത്ര ചെയ്യുന്നു അവർക്ക് അല്ലാഹുവിന്റെ റിളാ ഉണ്ടാകും, മഖ്ബൂലാകും, മബ്റൂറാകും.
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമതായും എന്നാൽ ഏറ്റവും ആദ്യമായി പറയേണ്ട കാര്യമാണ് ഇഖ്ലാസ്. അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങളുടെ ഈ കർമ്മം ആർക്കു വേണ്ടിയുമല്ല, ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, ഉപ്പയ്ക്ക് വേണ്ടിയിട്ടല്ല, നാടിന് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടിയിട്ടാണ്. അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വഹദാനിയത്ത്, രണ്ടാമതായി അല്ലാഹുവുമായുള്ള മാനസികമായ ബന്ധം, മൂന്നാമതായി നിയ്യത്ത്. ഈ നിയ്യത്ത് നമുക്ക് നൽകുന്നത് ഈമാനാണ്, ഈ നിയ്യത്ത് നമുക്ക് നൽകുന്നത് തഖ്വയാണ്. അതുകൊണ്ടാണ് അതിന്റെ രണ്ടിന്റെയും കാര്യം പറഞ്ഞിട്ട് അവസാനമായി കാര്യം പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങളും ആയത്തുകളും ഹദീസും മക്കളെ ധാരാളമാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഞാൻ നീട്ടി പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യാത്രയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്, ഹാജിമാർ നേടിയെടുക്കേണ്ടത് ഈ പുണ്യമായ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നേടിയെടുത്തിട്ടാണ് നിങ്ങളുടെ ഈ യാത്രയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എപ്രകാരം സ്വർഗീയ പരിമളമാണോ, ആ സ്വർഗീയ പരിമളത്തോട് കൂടി നിങ്ങൾക്ക് മടങ്ങി വരാൻ തരും. അൽ ഹജ്ജുൽ മബ്റൂർ അലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹ് അംഗീകരിച്ച ഹജ്ജ് കിട്ടിയോ, തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നില്ല. എല്ലാ മൗലൂദും ജനിച്ചു വീഴുന്നത് ഇസ്ലാമിക പ്രതിബദ്ധതയോട് കൂടിയാണ്, സ്വർഗീയ പരിമളത്തോട് കൂടിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഹാജിമാരും മടങ്ങി വരുന്നത് മാതാവ് പിറന്നു വീണ കുഞ്ഞുങ്ങളെ പോലെ പാപരഹിതമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ പരിമളത്തോടെ വരികയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജ് ചെയ്തവർക്കും ഉംറ ചെയ്തവർക്കും ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ഈ മാനസികമായ നിർവൃതി കേൾക്കുമ്പോ അറഫയിലും മിനായിലുടെയും മുസ്ദലിഫയുടെയും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഈമാനിന്റെ ഖബൂലിയത്തിന്റെ അടയാളമാണ്. നിർബന്ധമായവർ, പോകാൻ കഴിയാതിരിക്കുന്നവർ, ഏതെങ്കിലും സാങ്കേതികമായ തടസ്സത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുള്ളവർ, അവർ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ട സമയമാണ്. നാം ഇന്ന് നമ്മുടെ ഹാജിയെ, ഉമ്മയെ, ഉപ്പയെ, ഇടയെ, ഭർത്താവിനെ യാത്രയാക്കപ്പെടുമ്പോ എനിക്കും ഈ യാത്ര നിർബന്ധമാണ് എങ്കിൽ ആ യാത്രയോടുകൂടി നമ്മൾ നിർബന്ധമാകാൻ കർമ്മം നിറവേറ്റാതെയാണ് യാത്രയാകുന്നത് എങ്കിൽ അല്ലാഹ് കാക്കുമാറാകട്ടെ. വഹദാനിയത്തിൽ നിന്നും വ്യതിചലിച്ച ഒരു മരണം നിങ്ങൾക്കുണ്ടാകും. അല്ലാഹ് കാക്കുമാറാകട്ടെ. തീർച്ചയായും വാക്കാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാ ഇലൈഹി സബീല വമൻ കഫറ. ആരവിശ്വസിക്കുന്നു അല്ലാഹുവിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ഗുരുതരമായ ഗൗരവമേറിയ കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ, മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഈ യാത്രയുടെ പരമോന്നതമായ ലക്ഷ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾ ലക്ഷ്യമാക്കി പുറപ്പെടുമോ, നിങ്ങൾ യാത്ര ചെയ്യുമോ, നിങ്ങളുടെ യാത്രയിൽ യാതൊരു ക്ലേശത്തിലും ഉണ്ടാകില്ല എന്നുള്ള വാഗ്ദാനം. ഈ യാഥാർത്ഥ്യം നിങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ ഈ ലക്ഷ്യമാണോ എന്ന കാര്യം മാറ്റിവെക്കപ്പെടുക തന്നെ ചെയ്യും. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയം ദീർഘമായി പോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായ ഹജ്ജ് നിർബന്ധമായവർ ആരെല്ലാം മജ്ലിസുണ്ടോ അവർ തീരുമാനമെടുക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരം ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുക്കും. അതുപോലെ ആഗ്രഹിച്ചും കൊതിച്ചും കഴിഞ്ഞുകൊള്ളുന്നവർ അവരും ദുആ ചെയ്യും. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പുണ്യമായ യാത്രയിലുള്ള നീളം അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ രൂഢമൂലമാക്കിക്കൊണ്ട്, അല്ലാഹുവിന്റെ മാനസികമായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ യാത്ര നിറവേറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ യാത്രയുടെ പരമപ്രധാനമായ ഫർദാണോ എന്ന് ചോദിച്ചാൽ ഫർദല്ല, നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. പക്ഷേ എങ്കിലും ഒരു ഈമാനിക കുടുംബത്തിന്റെ ജീവന്റെ ജീവനായ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ഓലത്ത് ചെന്ന് നമ്മൾ ഓരോരുത്തരും ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുന്ന തങ്ങളുടെ പെരുമാറിൽ നിന്നും തങ്ങളുടെ ദർബാറിൽ നിന്നും മറുപടി ലഭിക്കുമാറ് ഒരു സലാം പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, സഫഖത്തുൽ മലായിക, എന്നോട് ആരെങ്കിലും നിഷ്കളങ്കമായ മനസ്സോട് എന്റെ ഓരത്ത് വന്ന് സലാം ചൊല്ലിയാൽ, ഹബീബിനോട് സലാം പറഞ്ഞാൽ, സഫഖത്തുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവന്റെ കരങ്ങൾക്ക് മുസാഫഹ ചെയ്ത് നബിയുടെ സലാമിന് മറുപടി പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ സിയാറത്തിന്റെ മാനസികമായ സായുജ്യമടയാൻ അല്ലാഹു നമുക്കും വിശിഷ്യായി പുറപ്പെടുന്ന മുഴുവൻ ഹാജിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين ولا تنزع منا صالح ما أتيتنا يا رب العالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واتملنا بعدا اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من بعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل ونعوذ بك من الحول بعد الكون ودعوة المظلوم اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم احفظنا وانصرنا وبارك لنا والف بين قلوبنا واصلحنا واصلح ذات بيننا واهدنا واهد بنا واهد الناس جميعا وجعلنا سببا وسبيلا لمن اهتدى الى يوم الدين يا رب العالمين اللهم وفقنا ووفق لمن تخرج منا حجا مقبولا وعمرة مبرورا وزيارة مرضية وسعيا مشكورا وتجارة لن تبور يا ذا الجلال والإكرام اللهم وفقنا ووفقهم لزيارة الحرمين الشريفين إيمانا واحتسابا في العمر مرارا مستطيعا بالحلال الطيب يا رب العالمين أرحم الرحيم يا الله ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ അല്ലാഹുവേ നിന്റെ അതിഥികളുടെ മജ്ലിസാണല്ലോ നാഥ അവരുടെ ദുആ നീ സ്വീകരിക്കുമെന്ന് ഞങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതാണല്ലോ നാഥ അവരാരുടെ എല്ലാ വിഷയത്തിൽ ദുആ ചെയ്യുമോ അവരുടെ വിഷയത്തിലും അംഗീകരിക്കപ്പെടുമല്ലോ നാഥ ഔദാര്യവാനും കരുണയുള്ളവനുമായ അല്ലാഹുവേ പുണ്യമായ നിന്റെ ഈ ഭവനത്തിൽ നമസ്കാരാനന്തരം ഒരുമിച്ച് കൂടി അല്ലാഹുവേ നിന്റെ അതിഥികളുടെ സാന്നിധ്യത്തിൽ നിന്നോട് കൈനീട്ടിയിരിക്കുന്ന ഈ സംഘത്തെ നീ തള്ളിക്കളയല്ലേ നാഥ നീ സ്വീകരിക്കണമേ നാഥ ഈ ജമാഅത്തിനെ നീ കബൂലാക്കണമേ നാഥ അതിന്റെ പരിപാലകരായ സഹോദരങ്ങളെ നീ കബൂലാക്കണമേ നാഥ MSSന്റെ പ്രവർത്തകരെ സജീവമായി നീ കബൂലാക്കണമേ നാഥ പ്രത്യേകിച്ചും അതിന്റെ ഖിദ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയ സ്നേഹിതന്മാർ അൽഫിയ നിസാർ അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹപ്രവർത്തകർ അവരെ എല്ലാവരെയും നീ കബൂലാക്കണമേ നാഥ ഞങ്ങൾക്കും അവർക്കും നീ മഗ്ഫിറത്ത് പാപമോചനം നൽകണമേ നാഥ ശേഷിക്കുന്ന ജീവിതം പരിപൂർണമായും നിന്റെ വിരുദ്ധത്തിലായി കഴിച്ചുകൂട്ടാനുള്ള ഈമാനിക തൗഫീഖ് ഞങ്ങൾക്കും ലോക മനുഷ്യർക്കും നീ പ്രദാനം ചെയ്യണമേ നാഥ അതുവഴിയായി ലോകത്ത് രാജ്യത്ത് നീ സമാധാനം നിലനിർത്തണമേ നാഥ ലോകത്തെവിടെയെല്ലാം ജനങ്ങൾ വേദനയിലാണോ പ്രയാസത്തിലാണോ മറിഞ്ഞ വിഭാഗത്തിലാണോ വിശിഷ്യ ഫലസ്തീൻ മുസ്ലിമീങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ സഹായിക്കണമേ നാഥ ഇന്ത്യ രാജ്യത്തിന്റെ കാര്യവും നീ നന്മയിലാക്കണമേ നാഥ മുഴുവൻ മനുഷ്യന്മാരെയും ചേർത്ത് പിടിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും കരുണ കാണിക്കുന്ന നീതി കാണിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ കാര്യം നീ എത്തിക്കണമേ നാഥ അതിനുള്ള തീരുമാനങ്ങൾ നടക്കുകയാണല്ലോ നാഥ പ്രത്യേകിച്ചും ഹാജിമാർക്കും ഹാജ്യമാർക്കും പുണ്യമായ സ്ഥലങ്ങളിലെല്ലാം ഓർത്ത് ദുആ ചെയ്യാനുള്ള ഓർമ്മ നീ നൽകണമേ നാഥ രാജ്യത്തിന്റെ അഖണ്ഡതയെ നീ സംരക്ഷിക്കണമേ നാഥ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും യാത്രയാകുന്ന നിന്റെ പരിശുദ്ധമായ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ ഉമ്മമാരെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ കുടുംബാദികളെ ഞങ്ങളുടെ ഉലമാക്കളെ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ് നാഥ നിന്റെ കാവലിലായി നിന്റെ സംരക്ഷണയിലായി നീ അവരെ യാത്രയാക്കണമേ നിന്റെ നിവേദന സംഘമായി നീ അവരെ കബൂലാക്കണമേ അല്ലാഹുവേ ഈ യാത്ര ഈമാനിന്റെ യാത്രയാണ് ഈ യാത്ര തഖ്വയുടെ യാതൊരു ലക്ഷ്യങ്ങളും കടന്നുകൂടാതെ ഭൗതികമായ യാതൊരു ലക്ഷ്യങ്ങളും കടന്നുകൂടാതെ
പരിപൂർണമായും മനസ്സിന്റെ ഉള്ളറകളിൽ നിന്റെ ഏകത്വത്തിലൂടെ ബോധമാക്കിക്കൊണ്ട് തങ്ങളുടെ ചെല്ലുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാളെ തങ്ങളോടൊപ്പം തങ്ങളുടെ കൊടുക്കീഴിൽ അണിനിരക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അമലുകളെ നൽകി ഈ സംഘത്തെ നീ കബൂലാക്കണമെന്നാണ്. ആരെല്ലാം അവിടെ എത്തിയിരിക്കുന്നു അവർക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകണമെന്നാണ്. ഇനി ആരെല്ലാം തയ്യാറെടുത്തിരിക്കുന്നു അവർക്ക് നീ യാത്ര എളുപ്പമാക്കണമെന്നാണ്. പ്രത്യേകിച്ചും അതിന് കാരണമായി ഈ സംഘത്തെ നീ കബൂലാക്കണമെന്നാണ്. ആരെയും നീ പാഴാക്കണമെന്നാണ്. ആരെയും നീ തള്ളിക്കളയല്ലേ. എല്ലാവരെയും നിന്റെ അതിഥികളായി നീ സ്വീകരിക്കണമെന്ന് പരമദയാലുവായ പരമകാരുണികനായ അല്ലാഹുവേ, ളയൂഫുർ റഹ്മാൻ നിന്റെ അതിഥികളായി ഈ സംഘത്തെ നീ കബൂലാക്കണം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.